നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ. അതെ. ഈ പെപ്പർ ചിക്കനിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? ഇതിൽ നമ്മൾ കോൺഫ്ലവർ പൊടി, കോഴിമുട്ട, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ അത്ര തന്നെ കുരുമുളക് പൊടി. കാര്യമായിട്ട് കുരുമുളക് പൊടി കുറച്ച് വേണം. അതെ. പെപ്പർ ചിക്കൻ ആകുമ്പോൾ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അല്ലേ? ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? പൊരിച്ചെടുക്കുകയാണോ? ഇത് നമ്മൾ പൊരിച്ചെടുത്തിട്ട് സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുത്തിട്ട് പിന്നെ ഗ്രേവിയാക്കണം. ഇത് 2 മോഡലും ഉണ്ടാക്കുക. വറക്കാതെ ഗ്രേവിയാക്കാം, വറുത്തിട്ടും ഗ്രേവിയാക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് വറുത്തിട്ടാണ് ഗ്രേവിയാക്കുന്നത്. നന്നായി മിക്സ് ചെയ്യണം അല്ലേ? അതെ. മസാല പിടിക്കണം, കുറച്ച് നേരം മസാല പിടിക്കാൻ വെക്കണം. കുറച്ച് നേരം മസാല പിടിക്കാൻ വെക്കണം. പെപ്പർ ചിക്കനിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മൾ ഇടുന്നത് വലിയ ജീരകം. ഇപ്പോൾ ഈ അടിച്ചു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ആഡ് ചെയ്യാമോ? അതെ. തക്കാളി, പച്ചമുളകുള്ള നമ്മൾ പെപ്പർ ചിക്കനിലേക്കുള്ള ആഡ് ചെയ്യാം. നമ്മൾ എത്ര ഇടണം അതിൽ? അത് 2 സ്പൂൺ. 2 ടീസ്പൂൺ ഇടാം. നന്നായി മിക്സ് ചെയ്യുക അല്ലേ? അതെ. മിക്സ് ചെയ്തിട്ട് എത്ര സമയം വെക്കണം? അരമണിക്കൂർ വെക്കണം അല്ലേ? കറിവേപ്പില കുറച്ച് ഇതിൽ ആഡ് ചെയ്യാമോ? പെപ്പർ ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കണം. നമ്മൾ ഗ്രേവി മോഡലാണ് ഉണ്ടാക്കുന്നത്. ഗ്രേവി മോഡൽ. അതിലേക്കുള്ള എണ്ണ, വെളിച്ചെണ്ണ. ഇതെന്താ? പെരുംജീരകം, വലിയ ജീരകം, ആവശ്യത്തിന് വലിയ ജീരകം, കുറച്ച് വേപ്പില, കുറച്ചൊന്ന് മുരിച്ചെടുക്കാം അല്ലേ? നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചത് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തു. അത് എത്ര ഉണ്ടാവും? 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ. അതുകൊണ്ട് നമ്മൾ തക്കാളി, പച്ചമുളക് അടിച്ചിട്ട് സോസ്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. കാര്യമായിട്ട് നമ്മൾ പെപ്പർ ചിക്കനിൽ കുരുമുളക് പൊടിയാണ്. പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് കുരുമുളക് പൊടിയാണ് കൂടുതൽ. ഇത് നമ്മൾ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. പെപ്പർ ചിക്കൻ ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഇത് നമ്മൾ ഗ്രേവി മോഡലാക്കിയിട്ടാണ് എടുക്കുന്നത്. ഗരം മസാല, ആവശ്യത്തിന് ഗരം മസാല അല്ലേ? പാകത്തിന് ഉപ്പ്. ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഗ്രേവി പറ്റുക. നമ്മൾ വറുത്ത വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക. ഇതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ. ഇതിൻ്റെ കൂട്ടും തോകളൊക്കെ മസാലകളൊക്കെ എല്ലാവരും കണ്ടു. നീ കഴിച്ച് ടേസ്റ്റ് പറയാം. ഒന്ന് കഴിച്ചു നോക്കാം. പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എരിയണം. നന്നായിട്ട് എരിയുന്നുണ്ട്. കുട്ടികളൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ എരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും സൗഖ്യത്താക്ക് പറഞ്ഞ ആ റെസിപ്പി അനുസരിച്ച് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം, കഴിച്ചു നോക്കാം. ഇതിന് മസാലയുടെ എന്തെങ്കിലും കൂട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ച് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട്
നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. എല്ലാ മസാലകളും നമ്മൾ പറഞ്ഞു കൊടുക്കും.